രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ തങ്ങൾക്ക് വ്യക്തിപരമായ പ്രശ്നം. ഒന്ന് താങ്കൾ പറഞ്ഞ ഒരു പ്രസംഗം, അതിന് മുമ്പ് ഉമർ ഫൈസി മുഖം നടത്തിയ പ്രസംഗം. ഈ രണ്ട് പ്രശ്നത്തിനും പരിഹാരമായോ? തങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഈ രണ്ട് മാത്രമല്ല, ഈ 1-2 വർഷത്തിനകം ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ശരിക്കും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഒരു പ്രധാന കാരണം. അപ്പോൾ ഇന്ന് മനസ്സിലായി ഞങ്ങൾക്ക് 1, 2, 3, 4 വർഷങ്ങളല്ല, എല്ലാം സംസാരിച്ചു, എല്ലാം തീർപ്പായി. അങ്ങനെ പുറത്ത് പല ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നല്ലാതെ അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടില്ല. മാപ്പ് പറയണം, പുറത്താക്കണം, അങ്ങനെ പല ചർച്ചകൾ വന്നല്ലോ. ഇതൊക്കെ അതിൻ്റെ ആശയങ്ങൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാവുന്ന ധാരണയിലെത്തിയത്. അതിനിടയിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തർക്കമൊക്കെ ഉണ്ടെങ്കിൽ പോലും താങ്കൾക്കെതിരെയാണ് ആരോപണം. സാമ്പത്തിക തട്ടിപ്പ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടതുപക്ഷത്തിന് സർക്കാരിന്റെ സഹായം തേടിയാണ് ഇങ്ങനെയൊക്കെ സർക്കാരിന് വേണ്ടി പറയുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് താങ്കൾക്കെതിരാണ് ഒരു ആരോപണം ഉന്നയിച്ചത്. മുസ്ലിം ലീഗിന്റെ മറ്റൊരു സെക്രട്ടറി നേരിടും എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെട്ടോ? അത് വളരെ ഗൗരവതരമായ കാര്യമായി ഞങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ചു. കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലൈവായി നിലനിൽക്കുന്ന ഈ 1-2 പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിലെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരിൽ നിന്നാണ് ഒരു നിലവാരമുള്ള പ്രതികരണമല്ല അത്. അപ്പോൾ അത് ഉടനെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലി സാഹിബ് പറഞ്ഞു, അത് ഞങ്ങൾ ഉചിതമായ തീരുമാനം ഉണ്ടാക്കും, ആ കാര്യം ഞങ്ങൾ ബന്ധപ്പെട്ട് വേണ്ട ചെയ്യുമെന്ന് പറഞ്ഞു. പരിഹരിക്കും. അതെ അതെ. ഏത് കേക്ക് വിവാദം മാധ്യമ സൃഷ്ടിയാണല്ലോ. സത്യത്തിൽ അങ്ങനെ വിവാദം ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രസംഗമാണ് അതിൻ്റെ ഒരു നിമിത്തം, അബ്ദുൽ സമദ് പൂക്കോട്ടിൻ്റെ പ്രസംഗമാണ് മറ്റൊരു നിമിത്തം. ആ 2 പ്രസംഗങ്ങളും നിങ്ങൾ കേട്ടിട്ട് അതിൽ കേക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടോ നോക്കിയാൽ മതി. ഞാൻ മനസ്സിലാക്കുന്നു ഒരു ചാനലാണത് വിവാദമാക്കിയത്. ആ ചാനലിൻ്റെ പ്രതിനിധി ഞാനൊന്ന് അരമണിക്കൂർ സംസാരിച്ചിട്ട് പ്രതികരണത്തിൽ ചോദിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫുള്ള് കൊടുക്കാൻ നിങ്ങൾ പറയും കട്ട് ചെയ്യാൻ, എനിക്ക് നിങ്ങളത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ കാരണം വർഗീയത വളർത്തുന്ന ആളാണ് എന്ന തരത്തിലാണ് എന്നെ ചിത്രീകരിച്ചത്. സത്യത്തിൽ ഞാൻ 35 വർഷക്കാലം സംഘടനാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. എൻ്റെ ഫുള്ള് എഴുത്തുകൾ എൻ്റെ FBയിലുണ്ട്. എൻ്റെ ഫുള്ള് വീഡിയോസ് ലഭ്യമാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ. പുറത്തുള്ളതും യൂട്യൂബിൽ ലഭ്യമാവും. ഇതിലേതെങ്കിലും ഒന്നിൽ ഒരു പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഒരു എഴുത്തിൽ ഞാൻ വർഗീയ ചുവയുള്ള ഒരു പരാമർശം നടത്തിയതായി ഈ ആരോപിക്കുന്ന ആളുകൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം. മറിച്ച് ഇവിടെ NDF ഉടലെടുത്തപ്പോൾ, തീവ്രവാദ ചിന്തയുമായി ഉടലെടുത്തപ്പോൾ അതിനെതിരെ ക്യാമ്പയിൻ നടത്തിയത് ഞാൻ ജനറൽ സെക്രട്ടറി SKF സംസ്ഥാന കമ്മിറ്റിയായിരുന്നു. ജിഹാദ് തെറ്റും ശരിയും എന്ന ക്യാമ്പയിൻ. മാത്രമല്ല തീവ്രവാദത്തിനെതിരെ ആദ്യമായൊരു പുസ്തകം NDF എന്തുകൊണ്ട് എതിർക്കപ്പെടുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഞാൻ എഴുതിയിട്ടായിരുന്നു. അങ്ങനത്തെ എന്നെക്കുറിച്ച് ഒരു പരാമർശം പോലും ചൂണ്ടിക്കാണിക്കാനാകാത്ത എന്നെക്കുറിച്ച് ഞാൻ വർഗീയത വളർത്തുന്ന ആളാണ്, ക്രൈസ്തവ സമൂഹത്തെ കൂടെ പിടിച്ച് കൊണ്ടുപോകുന്നതിന് തീർത്തും എതിരാണ് എന്നുള്ള പ്രചരണം അത്യന്തം ഖേദകരമാണ്, തെറ്റിദ്ധാരണകരമാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് പ്രതികരിക്കേണ്ട എന്ന് തീരുമാനം. ഇപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. കാരണം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കേണ്ട, തുടർന്നും ചർച്ച ചെയ്ത് നല്ല നിലക്ക് പോകാൻ ഉദ്ദേശിച്ച പശ്ചാത്തലത്തിൽ അതെന്തായാലും വൈകാരികമായ പ്രസംഗങ്ങളല്ല. ഈ പ്രസംഗങ്ങളിലെ എഴുത്തുകളിലെ ചെറിയ ചില പരാമർശങ്ങൾ ഇന്ന രൂപത്തിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് തങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കും. തങ്ങൾ തിരക്കുള്ള ആളാണ്. അപ്പോൾ തങ്ങൾ സ്വാഭാവികമായിട്ടും അടുത്ത ആളുകൾ പറയുമ്പോൾ ശരിയാണെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളാണ്. എന്നാൽ പോലും ഇന്നത്തെ ചർച്ചയിൽ എല്ലാവരും പൂർണ്ണമായും സൂക്ഷ്മത പാലിക്കൽ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തീർന്നതിൻ്റെ തുടക്കം സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി വ്യക്തിപരമായ തർക്കങ്ങൾ അങ്ങനെ അകൽച്ച തീർന്നു, അത് പൂർണ്ണമായി തീർന്നു. തീർച്ചയായും അവർ മുൻകൈ എടുത്തിട്ട് സാദിഖ് അലി തങ്ങളും ജിഫ്രി തങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇനി സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ തുടരുക. തൊട്ടടുത്ത ഡേറ്റ് ചെയ്യുന്നുണ്ട്, തൊട്ടടുത്ത ആഴ്ച. അകലിന്ന് അടുക്കാനല്ല ചർച്ച നടക്കുന്നത്, എല്ലാ സ്ഥലത്തും അങ്ങനെയല്ലേ ഉണ്ടാവും.
അല്ല, അത് സംബന്ധിച്ച മതപരമായ വിധികൾ ബന്ധപ്പെട്ട പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി പുതിയൊരു വിവാദത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു പ്രതികരണം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അറിയാത്ത കാര്യത്തെക്കുറിച്ചാണെങ്കിൽ പറയാം. അത് സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ.